നിങ്ങൾക്ക് ഇന്ന് പണം സമ്പാദിക്കാൻ അറിയാമോ? സ്റ്റോക്ക് മാർക്കറ്റ് സാധാരണ ആളുകളുടെ കാര്യമല്ല. ചേട്ടാ, നീ സമ്പന്നനാകാൻ കഴിയും. വിശ്വസിക്കൂ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. എന്തെന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കാൽക്കുലേറ്ററും തളരുത് എന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ്. എപ്പോഴെങ്കിലും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പേര് കേൾക്കുമ്പോൾ പലർക്കും ഈ ഫീൽഡ് സ്റ്റോക്ക് മാർക്കറ്റ് ചില തിരഞ്ഞെടുത്ത ആളുകൾക്കായാണ് എന്ന് തോന്നാറുണ്ട്. ഫിനാൻഷ്യൽ വിദഗ്ധയുള്ള ചിലർക്ക് മാത്രമാണ് ഇത്. അവർക്കായാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്. നിങ്ങൾക്ക് ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം സമ്പാദിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റുകൾക്ക് മാത്രമോ, കമ്പനി സെക്രട്ടറികൾക്ക് മാത്രമോ, അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ ഡിഗ്രി ഉള്ളവർക്കോ മാത്രമോ കഴിയുന്ന കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് പുഷ്കരാജ് ഠാക്കൂർ ആണ്. എൻ്റെ പഠനവും വിദ്യാഭ്യാസവും സ്റ്റോക്ക് മാർക്കറ്റിലോ ഫിനാൻസിലോ അല്ല. എൻ്റെ കുടുംബത്തിനും ഫിനാൻസുമായി ദൂരത്തേക്കും യാതൊരു ബന്ധവും ഇല്ല. എങ്കിലും അച്ഛന് അത്ര പണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫിനാൻസിൽ ഞങ്ങൾ സാധാരണക്കാരായിരുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വ്യക്തി, ഞാൻ ഇതുവരെ പറയില്ല 0 മുതൽ തുടങ്ങിയെന്ന്. നിങ്ങൾക്ക് എൻ്റെ കഥ മുമ്പ് കേട്ടിട്ടുണ്ടാവും. ഞാൻ മൈനസിൽ നിന്ന് തുടങ്ങിയവനാണ്. എങ്കിലും ഇന്നത്തെ എൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു നല്ല ജീവിതം ജീവിക്കുകയാണ്. ഇന്നത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ദൗത്യത്തെക്കുറിച്ചാണ്. എൻ്റെ ദൗത്യം ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വിപ്ലവം ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഈ സാമ്പത്തിക വിപ്ലവം എന്നത് എന്താണ് അർത്ഥം? നാം ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ ആളുകൾ സാമ്പത്തികമായി വിദ്യാഭ്യാസം നേടണം എന്നതാണ്. ഇത് പറയുന്നത് വളരെ എളുപ്പമാണ്. സാമ്പത്തികമായി വിദ്യാഭ്യാസം നേടൂ. ഇതിന്റെ അർത്ഥം എന്താണ്? സാമ്പത്തിക വിദ്യാഭ്യാസത്തിന്റെ നിർവചനം എന്നത് നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ അറിയണം, പണം മാനേജ് ചെയ്യാൻ അറിയണം, പണം വളർത്താൻ അറിയണം എന്നതാണ്. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പണം സമ്പാദിക്കൽ, പണം മാനേജ് ചെയ്യൽ, പണം വളർത്തൽ. ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി വിദ്യാഭ്യാസം നേടിയവനാണ്. ഇപ്പോൾ നിങ്ങൾ സ്വയം ഈ ചോദ്യം ചോദിക്കൂ: നിങ്ങൾക്ക് ഇന്ന് പണം സമ്പാദിക്കാൻ അറിയാമോ? അതിനായി നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു സ്കിൽ വേണം, അതായത് പണം സമ്പാദിക്കാൻ കഴിയുന്ന കഴിവ്. ഇപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ പണം സമ്പാദിക്കുന്ന കഴിവിനെക്കുറിച്ച് പറയാറില്ല. ആദ്യമായി കഴിവുകളെക്കുറിച്ചും പറയാറില്ല. വെറും അക്കാദമികം, അതായത് മാർക്കുകൾ മാത്രം കൊണ്ടുവരിക. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഗണിതത്തിൽ വളരെ മികച്ചവനാണ്, ബയോളജിയിൽ വളരെ മികച്ചവനാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് പണം സമ്പാദിച്ചു തരുമോ? സിമ്പിൾ ഒരു കാര്യം, നിങ്ങൾക്ക് മാർക്കുകൾ വളരെ നല്ലതായിരിക്കും. അതിന്റെ അർത്ഥം നിങ്ങൾ ജീവിതത്തിൽ വളരെ മികച്ചത് ചെയ്യുമെന്ന് വരില്ല. അതിനാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് കഴിവുകൾ ആവശ്യമുണ്ട്. ആ കഴിവുകളെക്കുറിച്ച് നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസ സംവിധാനത്തിൽ സംസാരിക്കാറില്ല. ഇപ്പോഴത്തെ കാലത്ത് ശേഷിച്ച് കുറച്ച് കഴിവ് വികസനത്തിനായി പ്രവർത്തനം തുടങ്ങി. നിങ്ങൾ പറയൂ, പണം ഉണ്ടാക്കുന്ന കഴിവുകളെക്കുറിച്ച് ആരാണ് സംസാരിക്കുന്നത്? പണം എങ്ങനെ വരും? ഇന്ത്യയിൽ ഒരു ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കേണ്ടത് നിർബന്ധമാണ്. ഒരു പ്രായത്തിന് ശേഷം നിങ്ങളുടെ മാതാപിതാക്കൾ പറയും, പഠനം മാത്രം ചെയ്യൂ, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. പക്ഷേ ഒരു പ്രായം കടന്നു പോകുമ്പോൾ നിങ്ങളോട് പറയും, സമൂഹം ചോദിക്കും, ഏത് ജോലി ചെയ്യുന്നു, എത്ര പണം സമ്പാദിക്കുന്നു? വിവാഹത്തിന് ഒരു ബന്ധം വരുമ്പോൾ നിങ്ങളോട് എന്താണ് ചോദിക്കപ്പെടുന്നത്? ആൺകുട്ടി എത്ര പണം സമ്പാദിക്കുന്നു എന്നതാണ് ചോദ്യം. നിങ്ങൾ പണം സമ്പാദിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അതൊരു വെല്ലുവിളിയാണ്. അതിനാൽ ഇതാണ് ഏറ്റവും ആദ്യത്തെ പ്രശ്നം. ആളുകൾക്ക് പണം സമ്പാദിക്കാൻ അറിയില്ല. അതിനാൽ അവർക്ക് മണി മേക്കിംഗ് സ്കിൽ ആവശ്യമുണ്ട്. ഇപ്പോൾ പണം സമ്പാദിച്ച ശേഷം നമുക്ക് പറയാം, നിങ്ങൾക്ക് ജോലി കിട്ടി. പണം സമ്പാദിക്കാൻ തുടങ്ങുന്നു, പക്ഷേ പണം സംരക്ഷിക്കാനാവുന്നില്ല. പണം സംരക്ഷിക്കാനാവുന്നില്ലെങ്കിൽ മനുഷ്യൻ എന്താണ് കാണുന്നത്? 5 വർഷം മുമ്പ് എവിടെയാണ് ആരംഭിച്ചത്? 5 വർഷം കഴിഞ്ഞിട്ടും അതേ ജീവിതമാണ് തുടരുന്നത്. ക്രെഡിറ്റ് കാർഡിൽ EMI തുടങ്ങിക്കഴിഞ്ഞു, അതും അടയ്ക്കാൻ കഴിയുന്നില്ല. അതിനാൽ ആളുകൾക്ക് പണം മാനേജ് ചെയ്യാൻ അറിയില്ല. അതിനാൽ പണം നിങ്ങളുടെ കയ്യിൽ വന്നാലും അത് നിലനിൽക്കില്ലെങ്കിൽ, അതിനെ നിയന്ത്രിക്കാനാവില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകില്ല. മൂന്നാമത്തേതായി വരുന്നത് പണം വളർത്തുക എന്നതാണ്. ഇപ്പോൾ പണം വളർത്തുക എന്നത് നമ്മുടേത് പണം സുരക്ഷിതമായി വെച്ചാൽ മാത്രം, നിങ്ങൾ അതിനെ തിജോരിയിൽ വെച്ചാൽ മാത്രം വളരില്ല. അതുപോലെ ഇൻഫ്ലേഷൻ എന്ന വിലക്കയറ്റം ഒരു തേനീച്ച പണത്തെ ഓരോ ദിവസവും തിന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പെട്രോൾ വില എത്രയാണെന്ന് പരിശോധിക്കാം. 5 വർഷം മുമ്പ് എത്രയായിരുന്നു എന്ന് നോക്കൂ. മാറ്റമുണ്ടോ? പൊന്നിന്റെ വില മാറിയിട്ടുണ്ടോ? പറയും, മാറിയിട്ടുണ്ട്. എല്ലാ വസ്തുക്കളുടെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ 5 വർഷം മുമ്പ് 10,000 രൂപ തിജോരിയിൽ വെച്ചിരുന്നെങ്കിൽ അതിനാൽ എത്ര പൊൻ കിട്ടുമായിരുന്നു? ഇപ്പോൾ അത്ര പൊൻ കിട്ടുമോ? അത്ര പൊൻ കിട്ടില്ല. അത്ര പെട്രോൾ കിട്ടുമോ? അത്ര പച്ചക്കറി കിട്ടുമോ? അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പണത്തിന് അതിന്റെ വാങ്ങൽ ശേഷി നഷ്ടമായി.
പണം ഓരോ ദിവസവും അതിന്റെ വാങ്ങൽ ശേഷി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ പണം മാനേജ് ചെയ്യാൻ പഠിച്ചാലും പണം വളർത്താൻ പഠിക്കേണ്ടത് നമ്മൾക്ക് അത്യാവശ്യമാണ്. ഞാൻ വളരെ ലളിതമായ ഒരു വാക്ക് പറയുന്നു: പണം ഇരട്ടിയാക്കാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഇരട്ടിയാക്കുന്നതിന്റെ അർത്ഥം 21 ദിവസത്തിൽ പണം ഇരട്ടിയാകും എന്നല്ല. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് 72ന്റെ നിയമം മനസ്സിലാക്കണം എന്നതാണ്. 72ന്റെ നിയമം എന്താണ്? നിങ്ങളുടെ പണത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് എത്രയാണോ, എത്ര ശതമാനത്തിൽ നിങ്ങളുടെ പണം വളരുകയാണോ, അതിനെ 72ൽ വിഭജിച്ചാൽ മതി. ഉദാഹരണത്തിന് നിങ്ങൾ പറയുന്നു, എനിക്ക് 12% പലിശ ലഭിക്കുന്നു. നിങ്ങൾക്ക് 12% പലിശ നിരക്ക് ലഭിക്കുന്നുവെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ പണം നിക്ഷേപിച്ചു. എങ്കിലും ഇന്ന് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് പലർക്കും അറിയില്ലായിരിക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് സാധാരണ ആളുകളുടെ കാര്യമല്ലെന്ന് ആളുകൾക്ക് എപ്പോഴും തോന്നുന്നു. കൂടാതെ ഇവിടെയുള്ള കോംപ്ലിക്കേറ്റഡ് വാക്കുകൾ അവർക്ക് മനസ്സിലാകാതിരിക്കാൻ ഇടയാക്കുന്നു. നിങ്ങൾ പണം നഷ്ടപ്പെടുന്നവനായി തുടരുക. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 12% പലിശ നിരക്ക് ലഭിച്ചാൽ അതിനെ 72ൽ വിഭജിക്കണം. 72/12 6 കിട്ടി. 6 വർഷത്തിൽ പണം ഇരട്ടിയാകും. നിങ്ങൾ അതിനെ 24 ആക്കിയാൽ 3 വർഷത്തിൽ പണം ഇരട്ടിയാകും. നമ്മുടെ ജോലി എന്താണ്? നമുക്ക് പണം ബാക്കി വയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് 50,000, 1 ലക്ഷം, 10 ലക്ഷം ബാക്കി വയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഇരട്ടിയാക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് കമ്പൗണ്ടിങ് മനസ്സിലാകും. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വാക്ക് നിങ്ങൾക്ക് തോന്നാം കമ്പൗണ്ടിങ് എവിടെ നിന്നാണ് വന്നതെന്ന്. എന്തെന്നാൽ ഈ വീഡിയോയിൽ ജോഷ് ടാക്സിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു ജോഷ് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കുറഞ്ഞത് ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെങ്കിലും എടുക്കണം, സാമ്പത്തികമായി വിദ്യാഭ്യാസം നേടാനുള്ളതെന്ന്. 3 കാര്യങ്ങൾ പഠിക്കണം: പണം സമ്പാദിക്കുക, മാനേജ് ചെയ്യുക, വളർത്തുക. കമ്പൗണ്ടിങ് എന്താണ്? ഞാൻ കഥ പറയാം, നിങ്ങൾ ജീവിതത്തിൽ കമ്പൗണ്ടിങ് മറക്കില്ല. ഇതും ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത് നിങ്ങളുടെ അനുകൂലത്തിൽ ഉപയോഗിക്കാം. അതുപോലെ ആ കവിത പറയുന്നവൻ രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തുന്നു. അപ്പോൾ രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തി അവൻ രാജാവിന് കവിത പറയുന്നു. രാജാവ് അതിൽ അതീവ ആകർഷിതനാകുന്നു. രാജാവ് പറയുന്നു, കവിത കേട്ട് സന്തോഷം. പറയൂ, എന്താണ് ചോദിക്കുന്നത്? അവന് തോന്നുന്നു പാവപ്പെട്ടവൻ എന്താണ് ചോദിക്കാൻ പോകുന്നത്. പാവപ്പെട്ടവനാണ്, പക്ഷേ ബുദ്ധിമാനാണ്. നിങ്ങൾ ഇത്ര വലിയ മഹാനായ രാജാവാണ്. നിങ്ങളിൽ നിന്ന് എനിക്ക് കൂടുതലൊന്നും വേണ്ട. നിങ്ങൾ ഒരു ചതുരംഗം കൊണ്ടുവരിക, അതിന്റെ മേൽ ഞാൻ കുറെ കാര്യങ്ങൾ ചോദിക്കും. അവൻ ചോദിക്കുന്നു, ചതുരംഗമാണോ? കൊണ്ടുവരിക. ചതുരംഗം കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറയുന്നു, മഹാരാജാവേ, നിങ്ങൾ ഇത്ര വലിയ രാജാവാണ്, ഇത്രയും ധനം ഉണ്ട്, എനിക്ക് വേണ്ടത് ഇത്രയേ. ഈ ചതുരംഗത്തിന്റെ ഓരോ ചതുരത്തിൽ ഒരു സ്വർണ്ണ നാണയം വെച്ചാൽ മതി. അർത്ഥം, ഓരോ ബോക്സിലും ഒരു സ്വർണ്ണ നാണയം വെക്കുക, പിന്നെ ഓരോ ബോക്സിലും സ്വർണ്ണ നാണയങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കുക. അർത്ഥം, ഇതിൽ എത്ര ബോക്സുകളുണ്ട് മഹാരാജാവേ? മഹാരാജാവ് നോക്കുന്നു, അയ്യോ, ഇതൊരു ചെറുതായുള്ള ചതുരംഗം തന്നെയല്ലേ. അപ്പോൾ ഒരു ബോക്സിൽ ഒരു സ്വർണ്ണ നാണയം വെച്ചാൽ രണ്ടാമത്തേതിൽ എത്ര വെക്കും? 2 വെക്കും, 4 വെക്കും. അപ്പോൾ രാജാവിന് തോന്നുന്നു, ശരി, 100 കുറയ്ക്കുക, 200 സ്വർണ്ണ നാണയങ്ങൾ എടുത്തുപോയാലും നമ്മുടെ രാജകോശത്തിന് എന്താ വലിയ വ്യത്യാസം. പക്ഷേ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റർ തുറന്ന് കണക്കുകൂട്ടി നോക്കൂ. 32ാമത്തെ ബോക്സിൽ എത്തുമ്പോൾ രാജാവിന്റെ ഖജാന തന്നെ തീർന്നു പോകുന്നു. രാജാവ് ആ മനുഷ്യന്റെ കാലിൽ വീണു പോകുന്നു. ഇപ്പോൾ ഞാൻ അതിന്റെ കണക്കുകൂട്ടൽ നിങ്ങളെ ഇപ്പോൾ കൊടുക്കുന്നില്ല, കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കാൽക്കുലേറ്ററും തളരരുത് എന്നതാണ്. കണക്കുകൂട്ടുമ്പോൾ നിങ്ങൾ ഗുണിക്കുക തന്നെ ചെയ്യൂ. കമ്പൗണ്ടിങ് എന്നത് അർത്ഥം നിങ്ങൾ പണം നിക്ഷേപിക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു പലിശ നിരക്ക് ലഭിക്കും എന്നതാണ്. അർത്ഥം, നിങ്ങൾക്ക് പലിശ ലഭിക്കും, പിന്നെ ആ പലിശയ്ക്ക് മേൽ വീണ്ടും പലിശ ലഭിക്കും. ഉദാഹരണത്തിന്, ആരോ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചു, അവന് ഒരു വർഷം 10% പലിശ ലഭിച്ചു. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പണം ഉണ്ടാകും? 1 ലക്ഷം രൂപയ്ക്ക് 10,000 രൂപ. അടുത്ത വർഷം 1 ലക്ഷത്തിന് മാത്രമല്ല, 1,10,000 രൂപയ്ക്കാണ് പലിശ ലഭിക്കുക. ഇങ്ങനെ ഇത് വളരുമ്പോൾ അതിനെ കമ്പൗണ്ടിങ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കമ്പൗണ്ടിങ് മനസ്സിലാക്കിയെങ്കിൽ ഇനി ചോദ്യം വരുന്നത് പണം ഇരട്ടിയാക്കാനുള്ള ഉപകരണങ്ങൾ എവിടെയാണ് എന്നതാണ്. എവിടെയാണ് നിക്ഷേപിക്കേണ്ടത്? ബാങ്കിൽ പണം വയ്ക്കുക. നിങ്ങൾ ബാങ്കിൽ വയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സേവിങ്സ് അക്കൗണ്ടിൽ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4%, 5% പലിശ അവിടെ നൽകും. വിലക്കയറ്റം 4-5% ഉയരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു കണക്കുകൂട്ടൽ തരാം. FDയിൽ ലഭിക്കുന്ന പലിശ നിരക്കിനോട് സമാനമായാണ് വിലക്കയറ്റം കൂടുന്നത്. അർത്ഥം, FDയിൽ പണം വയ്ക്കുന്നതിലൂടെ പണം വളരുന്നില്ല. കുറഞ്ഞത് നിങ്ങൾക്ക് നോക്കിയാൽ 9% FDയിൽ കിട്ടുന്നു. അത്രയ്ക്ക് നല്ലതാണ്. എന്നാൽ സഹോദര, 9%ന്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ 8%ന്റെ അടുത്ത് തന്നെ വിലക്കയറ്റം കൂടുന്നുണ്ടാവും. 1% അധികം കിട്ടിയാലും അതിൽ നമ്മൾക്ക് എന്ത് പ്രയോജനം? ഒന്നും സംഭവിക്കില്ല, പണം വളരില്ല. അതിനാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നാം FDയിൽ പണം വയ്ക്കുമ്പോൾ ബാങ്ക് ആ പണവുമായി എന്ത് ചെയ്യുന്നു എന്നതാണ്. കുറച്ച് കൂടുതൽ ആഴത്തിൽ പോകേണ്ടി വരും.
അപ്പോൾ ബാങ്ക് ആ പണം മറ്റൊരാളിന് വായ്പയായി നൽകുന്നു. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈ വലിയ സാമ്പത്തിക സ്ഥാപനങ്ങൾക്കിടയിൽ നിങ്ങളുടെ പണം എത്തുമ്പോഴും അവർ ആ പണം പങ്കാളിത്തം വാങ്ങുന്നതിൽ നിക്ഷേപിക്കുന്നു. ഇപ്പോൾ ഈ പങ്കാളിത്തം വാങ്ങുന്നത് എന്താണ്? ഇത് ഷെയറുകൾ വാങ്ങുന്നതാണ് എന്ന് പറയുന്നു. നിങ്ങൾ ഒരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുമ്പോൾ ആ കമ്പനിയിൽ നിങ്ങൾ പങ്കാളിയാകുന്നു, പങ്കാളിത്തം നേടുന്നു. കമ്പനി വളരുമ്പോൾ നിങ്ങൾക്കും വളർച്ച ഉണ്ടാകും. ടാറ്റയുടെ കാറുകൾ വിറ്റു പോകുന്നുണ്ടോ? മാരുതിയുടെ കാറുകൾ വിറ്റു പോകുന്നുണ്ടോ? വിക്രയം നടക്കുന്നു. ഇവ ഇങ്ങനെ വിറ്റു പോകുന്നുണ്ടെങ്കിൽ കമ്പനി ലാഭം നേടും. കമ്പനി ലാഭം നേടുമ്പോൾ ആ ലാഭം നിങ്ങൾക്കും നേടാൻ കഴിയും. ഇന്ന് ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാൻ പോകുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. പണം സമ്പാദിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ആരും ലക്ഷങ്ങൾ കോടികൾ സമ്പാദിച്ചിട്ടില്ലെന്ന് കരുതി ഞാൻ സമ്പാദിക്കാനാവില്ലെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം കൊണ്ടുവരണം, ഞാൻ ചെയ്യാൻ കഴിയും എന്ന്. ഞാൻ ഒരു വാക്ക് പറയുന്നു. ഈ വാക്യം നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടി എഴുതാം. ഇന്നാണ് ഇല്ലാത്തത് മാത്രം. ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള വീട്, ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ബാങ്ക് ബാലൻസ്, യഥാർത്ഥത്തിൽ ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പെൺകുട്ടി, ഇവ ഇന്ന് തന്നെ നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ. പക്ഷേ നിങ്ങളുടെ മനോഭാവം ഇന്ന് തന്നെ മാറിയാൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറാൻ കഴിയും. ഇപ്പോൾ വരെ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു ടാബുവായി കാണാറുണ്ട്. എൻ്റെ അമ്മാമ്മ ഇന്നും പറയുന്നു, പണം എല്ലാ പ്രശ്നങ്ങളുടെ മൂലമാണ്. പണം വരുമ്പോൾ ബുദ്ധി ഭ്രഷ്ട് ആകുന്നു എന്ന് അവർ പറയുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ അമ്മാമ്മ ഒരിക്കലും സമ്പന്നമായ ജീവിതം ജീവിച്ചിട്ടില്ല. കാരണം പണത്തെക്കുറിച്ചുള്ള അവരുടെ വിശ്വാസ വ്യവസ്ഥ തെറ്റായിരുന്നു. ഇന്ന് നമ്മൾ ആദ്യം ഇന്ത്യയിൽ ഓരോ വീട്ടിലും എത്തണം. എങ്ങനെയാണ് എത്താൻ പോകുന്നത്? ഓരോ വീട്ടിലേക്കും. സഹോദരാ, ഇന്ന് നിങ്ങൾ ജോഷോക്ക് കേൾക്കുകയാണ് അല്ലേ? നമ്മൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആളുകളുടെ മനോഭാവം മാറ്റേണ്ടതുണ്ട്. സഹോദരാ, നീ സമ്പന്നനാകാൻ കഴിയും, വിശ്വസിക്കൂ. ഇന്ന് ഒരു വിശ്വാസത്തിൽ നിന്നാണ് തുടക്കം. ഒരു മനുഷ്യൻ ചിന്തിക്കാം, സഹോദരാ, മൗണ്ട് എവറസ്റ്റ് ഉണ്ട്, ആരാണ് അതിൽ കയറിയേറെ? പക്ഷേ ആരോ അതിൽ കയറുന്നുണ്ടല്ലോ. കയറാൻ തീരുമാനിക്കുന്നവൻ കയറും. കാരണം ആദ്യം നിങ്ങൾ ഇവിടെ കയറുന്നു, അവിടെ കയറുന്നു. നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനോഭാവത്തിൽ സമ്പന്നനാകുന്നു. പിന്നെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് പറയുന്നു നിങ്ങൾ സമ്പന്നനാണെന്ന്. നിങ്ങളുടെ അഡിയർ പറയുന്നു നിങ്ങൾ സമ്പന്നനാണെന്ന്. പക്ഷേ യാരെ ഇല്ലെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഉണ്ടാകില്ല എന്നർത്ഥമല്ല. നിങ്ങൾക്ക് ഈ വിശ്വാസ വ്യവസ്ഥ വികസിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ ഫിനാൻസ് മേഖലയിലെ ആളല്ല. എന്നിരുന്നാലും ഞാൻ ഫിനാൻസ് കാര്യങ്ങൾ സംസാരിക്കുന്നു. കാരണം ഞാൻ എൻ്റെ സാമ്പത്തികം മെച്ചപ്പെടുത്തി ലളിതമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയാണ്. ആ ലളിതമായ കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എന്താണ്? ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ശരിയായ ഒരു വിശ്വാസ വ്യവസ്ഥ ഉണ്ടാകണം. രണ്ടാമതായി നാം 3 കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പണം സമ്പാദിക്കുക, പണം മാനേജ് ചെയ്യുക, പണം വളർത്തുക. ഈ 3 കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം. ഒരു മണി മേക്കിംഗ് സ്കിൽ നിങ്ങൾക്കുണ്ടാകണം. ലോകം ഷെയർ മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. അവർ ചിന്തിക്കുന്നു ഷെയർ മാർക്കറ്റ് ഒരു ചൂതാട്ടമാണെന്ന്. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ മാത്രമേ ഇത് ചൂതാട്ടമായിരിക്കൂ. നിങ്ങൾ ഒരു ഫീൽഡ് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അവിടെ റിസ്ക് കുറയുന്നു. ലോകം പറയുന്നു റിസ്കിയാണെന്ന്. റിസ്ക് ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ട്. സഹോദരാ, റിസ്ക് എന്ത് എന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ ഉണ്ടാകൂ. എനിക്ക് സ്വിമ്മിംഗ് റിസ്ക് ആണ്. എനിക്ക് അതറിയില്ല. എനിക്ക് അറിയാമെങ്കിൽ റിസ്ക് ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് സ്വിമ്മിംഗ് അറിയാം, നിങ്ങൾക്ക് റിസ്ക് തോന്നുമോ? ഇല്ലയാരെ, നിങ്ങൾ എളുപ്പത്തിൽ നീന്തും. പക്ഷേ ആർക്കും അറിയില്ലെങ്കിൽ അവൻ പാവം മുങ്ങി മരിക്കും. അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അവിടെ റിസ്ക് ഇല്ല. അതിനാൽ റിസ്ക് ഉണ്ടെന്ന് പറയുന്നവർക്ക് റിസ്ക് അവർക്കാണ്. അവർക്കറിയില്ല അവർ എന്ത് ചെയ്യുന്നു എന്ന്. അതിനാൽ കുറച്ച് സമയം ചെലവഴിക്കൂ. ആരും അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പഠിച്ചെത്തുന്നുണ്ടോ? ആരും പഠിച്ചെത്തുന്നുണ്ടോ? ആരും റോക്കറ്റ് സയന്റിസ്റ്റ് ആകുമ്പോൾ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് റോക്കറ്റ് എങ്ങനെ നിർമ്മിക്കാമെന്ന് പഠിച്ചെത്തുന്നുണ്ടോ? അല്ലേ? എല്ലാവരും ഇവിടെ വന്ന് പഠിക്കുകയാണ്. അപ്പോൾ പണം സമ്പാദിക്കാൻ പഠിക്കാനാവില്ലേ? ശരി, ഒരു കാര്യം പറയൂ. നിങ്ങൾക്ക് എഞ്ചിനീയർ ആകണമെങ്കിൽ എന്ത് പഠിക്കണം? നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കേണ്ടി വരും അല്ലേ? നിങ്ങൾക്ക് ഡോക്ടർ ആകണമെങ്കിൽ മെഡിക്കൽ സയൻസ് പഠിക്കണം, MBBS ചെയ്യണം. അമീർ ആകണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം പണം എങ്ങനെ വരുന്നു എന്ന്. മറ്റും ഞാൻ നിങ്ങളോട് 3 ലളിതമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ലളിതമായിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? കാണുമ്പോൾ പണം സമ്പാദിക്കൽ ലളിതമാണ്, പക്ഷേ അത്ര എളുപ്പമല്ല. എന്തുകൊണ്ടാണ് അത്ര എളുപ്പമല്ലത്? കാരണം ഇതിന് ശാസനയും ക്ഷമയും വേണം. വോറൻ ബഫെ പറയുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ക്ഷമയുള്ളവരുടെ കയ്യിലേക്കാണ് പോകുന്നത്, ക്ഷമയില്ലാത്തവരിൽ നിന്ന്. അതുകൊണ്ട് ക്ഷമയില്ലാത്തവരും ഒരു രാത്രിയിൽ തന്നെ അമീർ ആകാൻ ആഗ്രഹിക്കുന്നവർക്കു സ്റ്റോക്ക് മാർക്കറ്റ് അനുയോജ്യമല്ല. അവർക്കു ഈ ഫിനാൻസ് ലോകം തന്നെ അനുയോജ്യമല്ല. പക്ഷേ നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ, ധൈര്യവുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാനാകും. അതിനാൽ
ഇന്നത്തെ ഈ ജോഷ് ഷോക്ക് വഴി ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ജോഷ് മാത്രം നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇന്ന് തന്നെ നിങ്ങൾ ഒരു ഉറച്ച തീരുമാനം എടുക്കൂ. നമ്മുടെ നിലവിലെ സാഹചര്യങ്ങൾ നമ്മൾ തീർച്ചയായും മാറ്റണം. കാരണം ദിശ ശരിയാകുമ്പോൾ ദശയും തീർച്ചയായും ശരിയാകും. നിങ്ങളുടെ ദിശ ശരിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കും. ബ്രേക്ക് ടൈം 0.5